കേട്ടുകേഴ്വിയില്ലാത്ത ഒരു കപ്പൽ ഛേദത്തിനാണ് കേരളം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. വിഴിഞ്ഞത്ത് നിന്നും കൊച്ചി തുറമുഖത്തേക്ക് യാത്ര തിരിച്ച MSC എൽസ 3 എന്ന ലൈബീരിയൻ ചരക്ക് കപ്പലാണ് അറബിക്കടലിൽ കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ ഏകദേശം 70 കിലോമീറ്റർ അപ്പുറം കടലിൽ മുങ്ങിയത്. ചുഴിയിൽപ്പെട്ട് ഒരു 10 മീറ്റർ ചരിഞ്ഞു. ആദ്യം 10 കണ്ടെയ്നറുകളാണ് കടലിൽ പതിച്ചത്. പിന്നീട് ഇന്ന് ഉച്ചയോടുകൂടി കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇത് വലിയ ദുരന്തമാണ്. 24 ആളുകളാണ്, അതായത് നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. അവർ പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അതായത് 23 പേരെ കോസ്റ്റ് ഗാർഡ് ഇന്നലെ തന്നെ 21 പേരെ കോസ്റ്റ് ഗാർഡ് ഇന്നലെ തന്നെ രക്ഷിച്ചിരുന്നു. അതിൽ ചീഫ് ക്യാപ്റ്റനും സെക്കൻഡ് എഞ്ചിനീയർമാരും കപ്പലിൽ തങ്ങിയിരുന്നു. അവരെ എത്രയും പെട്ടെന്ന് കപ്പൽ തിരിച്ച് നിയന്ത്രണത്തിൽ എത്തിക്കാൻ പറ്റുമോ, അതായത് കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറുന്നത് ഒരു ഭാഗത്ത് നിന്നാണെങ്കിൽ മറുവശത്ത് നിന്നുകൂടി വെള്ളം കയറ്റി കപ്പലിനെ ഒരു നേരെ നിർത്തിയ ശേഷം കണ്ടെയ്നറുകൾ മറ്റൊരു കപ്പലിലേക്ക് മാറ്റി അപകടനില തരണം ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ പരീക്ഷിക്കാൻ ചീഫ് ക്യാപ്റ്റനും 2 മറ്റ് സഹ ക്യാപ്റ്റന്മാരും കപ്പലിൽ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ ആ പരിശ്രമങ്ങളൊക്കെ വ്യർത്ഥമായി പോവുകയായിരുന്നു. അതിനെ തുടർന്നാണ് കപ്പൽ പൂർണ്ണമായും മുങ്ങുന്ന സാഹചര്യത്തിൽ ആ 3 പേരെ കൂടി കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി കൊച്ചി തീരത്തേക്ക് എത്തിച്ചു. അതിൽ ഉണ്ടായിരുന്ന ആളുകൾ 20 ഫിലിപ്പീനികളാണ് ഉണ്ടായിരുന്നത്. 2 ഉക്രൈൻ പൗരന്മാരുണ്ടായിരുന്നു, ഒരു ജോർജിയക്കാരനുണ്ടായിരുന്നു. അതായത് വിദേശ പൗരന്മാരാണ് കപ്പലിലുണ്ടായിരുന്നത്, മലയാളികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ 24 പേരെയും സുരക്ഷിതരായി കരയിലെത്തിക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് കഴിഞ്ഞു എന്നത് വളരെ അഭിമാനകരമായ നിമിഷമാണ്. ഈ കപ്പൽ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്കാരും മലയാളികളുമൊക്കെ ഉൾപ്പെടുന്ന നാവികർ വിദേശ രാജ്യങ്ങളിൽ പല അപകടങ്ങളിലും പെട്ട സാഹചര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. പല അപകടകരമായ സാഹചര്യങ്ങളിലും പെട്ട വാർത്തകളിലൂടെ അറിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ കടലിൽ നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ അപകടത്തിൽപ്പെടുക എന്നൊക്കെ പറയുന്നത് ആദ്യ സംഭവമാണ്. ഇന്നത്തെ മാധ്യമങ്ങളിലൊക്കെ മലയാള മനോരമയൊക്കെ വിശദമായി എഴുതിയിട്ടുണ്ട്. കാരണം ഈ വല്ലാർപാടവും കൊച്ചിയും വിഴിഞ്ഞവുമൊക്കെ ഇനി വളരെ അപകടകരമായ തീരമായി മാറുകയാണ്. കണ്ടെയ്നറുകൾ ധാരാളം വരുന്നു. എണ്ണ കടത്ത്, അതായത് എണ്ണ ഒരുപാട് ഒരുപാട് കണ്ടെയ്നറുകൾ വരുന്നു. അപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ കടലിൽ എണ്ണ കലരുകയും അത് തീരത്തേക്ക് വരികയും ചെയ്യുന്ന അപകടകരമായ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെമഡി, ഇതിനെങ്ങനെ റെസ്ക്യൂ ഓപ്പറേഷൻസ് അതിനെക്കുറിച്ചുള്ള ആദികൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തീരദേശവാസികൾക്കുള്ള പരിശീലനം, അവരെ ഇതിൽ നിന്ന് അകന്നു മാറാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പത്രങ്ങളും അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്ന ആളുകളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കപ്പലിനെ രക്ഷപ്പെടുത്താൻ, അത് രക്ഷിച്ച് കരയിലെത്തിക്കാനും കണ്ടെയ്നറുകൾ രക്ഷപ്പെടുത്താനുമുള്ള സാധ്യതകളൊക്കെ പലതും പരീക്ഷിച്ചിട്ടും നടക്കാതെ പോയി. 600 കണ്ടെയ്നറുകളാണ് കപ്പലിലുണ്ടായിരുന്നത്. ഈ കപ്പൽ, അതായത് MSC എൽസ 3 എന്ന കപ്പൽ ലൈബീരിയൻ കപ്പലാണ്. ഈ കപ്പൽ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് കപ്പലാണ്. തൂത്തുക്കുടിയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് കണ്ടെയ്നറുകൾ കൊണ്ടുവന്നു. അതിനുശേഷം വിഴിഞ്ഞത്ത് നിന്ന് കണ്ടെയ്നറുകൾ കൊച്ചിയിലെത്തിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വീണ്ടും തൂത്തുക്കുടിയിലേക്ക്. ഇതിന് പ്രധാനമായും കേരള ട്രാൻസ്ഷിപ്മെൻറ്റ് ഷിപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കപ്പൽ മുങ്ങുമ്പോൾ 600 കണ്ടെയ്നറുകൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്? അതായത് മറൈൻ ഗ്യാസ് ഓയിലും അതുപോലെ തന്നെ വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിലുമാണ് ഉണ്ടായത്. വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ ഇത് വിഷാംശമാണ്. അതായത് ഇത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അപകടം ഉണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഈ 2 സംഭവങ്ങളും. അതായത് വെരി ലോ സൾഫർ ഫ്യൂവലും അതുപോലെ തന്നെ മറൈൻ ഗ്യാസ് ഓയിലും. അതുകൊണ്ടാണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ രാത്രി 12:30 ഞങ്ങൾ വിസ്മയ ന്യൂസ് ആദ്യത്തെ വാർത്ത അപ്ലോഡ് ചെയ്യുന്നത്. ഈ അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ആ രാത്രി ഇരുന്ന് തന്നെ ആ വാർത്ത ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ഇത് അപകടമാണ്, നിങ്ങൾ തീരത്തേക്ക് പോകരുത്, ഇത് മണലിൽ പോലും വിഷം പടർത്തുന്ന വസ്തുക്കളാണ്, അതുകൊണ്ട് തീരത്തേക്ക് പോകരുതെന്ന്. ഇന്ന് രാവിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിലീസ് വരുന്നത് എങ്ങനെയാണ്? 200 മീറ്റർ, അതായത് ആലപ്പുഴ കൊച്ചി തീരത്തേക്കായിരിക്കാം ഈ കണ്ടെയ്നറുകൾ വരുന്നത്. പ്രത്യേകിച്ച് കാലവർഷം, കാറ്റിൻ്റെ ഗതി 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയടിക്കുന്നുണ്ട്.
തീരത്തേക്ക് കാറ്റ് വീശി അടിക്കുന്നുണ്ട്, കാലവർഷം ശക്തമാണ്, മൺസൂണാണ്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ ആലപ്പുഴ കൊച്ചി തീരത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കൊല്ലം തീരത്തേക്കും വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അപ്പോൾ ഈ തീരപ്രദേശത്തുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശത്തെ ജനങ്ങളുടെ പ്രത്യേകത എന്താണ്? തീരദേശത്തെ അല്ല, നമ്മുടെ കേരളീയരുടെ പ്രത്യേകത എന്താണ്? ദുരന്തമുണ്ടായാൽ അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരു ദുരന്തമുണ്ടായെന്നറിഞ്ഞാൽ സെൽഫി എടുക്കാൻ പാഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, അസ്ഥികൂടത്തിൻ്റെ കൂടെ ഇരുന്ന് വരെ സെൽഫി എടുക്കാൻ പാഞ്ഞു നടക്കുന്ന ആളുകളാണ് നമ്മുടെ ആശാന്മാർ. സെൽഫി എടുത്തിട്ട് അത് വിറ്റെങ്ങനെ കാശാക്കാന്ന്. അതുകൊണ്ട് ഈ ദുരന്തമുണ്ടാകുമ്പോൾ അവിടെ സെൽഫി എടുക്കാനും ഓടിപ്പോകാനും വെമ്പൽ കൂട്ടുന്ന ആളുകളാണ് നമ്മുടെ ആശാന്മാരും ആശാത്തികളും. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായി പറയുന്നുണ്ട്. മെമ്പർ സെക്രട്ടറി ശ്രീ ശേഖർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്, അദ്ദേഹം കൃത്യമായ വോയിസ് നോട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. ആ വോയിസ് നോട്ട് ഞങ്ങൾ ഇന്നലെ കേൾപ്പിച്ചിരുന്നു പ്രേക്ഷകർക്ക്. അദ്ദേഹം പറയുന്നുണ്ട് 200 മീറ്റർ അകലെ നിൽക്കാവൂ. 200 മീറ്റർ അകലെ ചെന്നിട്ട് കണ്ടെയ്നർ വരുന്നത്, ആ കടലിലൊരു സാധനം വരുന്നടാ എന്ന് പറഞ്ഞ് ചെന്ന് ചാടി പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു, പണി തീർന്നു, കട്ട പോകാം. പിന്നെ പിടിച്ചെടുത്തുകൊണ്ട് അങ്ങ് ഇരുന്നോണ്ടാൽ മതി. പിന്നെ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. അതുപോലെ കടലിൽ എണ്ണപ്പാട കണ്ടു കഴിഞ്ഞാൽ ചെന്ന് തുടരുത്. അത് തീരത്ത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അസ്വാഭാവികമായ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതാ കടലിൽ എന്തോ പൊങ്ങി വന്നു എന്ന് പറഞ്ഞ് ചെന്ന് തുടരുത്. ഉടനെ പോലീസിനെ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ 112-ൽ വിളിച്ച് പറയുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉടനെ പാസ് ചെയ്യുക. ചെന്ന് ചാടാൻ ഇടയുള്ള തീരദേശത്തുള്ള ആളുകളുണ്ട്. പിന്നെ ഈ ദുരന്തം ആലപ്പുഴ തീരത്തേക്ക് ഇങ്ങനെ കണ്ടെയ്നറുകൾ വരാൻ സാധ്യതയുണ്ട്, എന്താണെന്ന് അറിയണം, ഇതാ വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ തന്നെ എത്തും എന്ന് പറഞ്ഞിട്ട് അവിടെ പോകാൻ സാധ്യതയുള്ള ആളുകൾ, നമ്മുടെയൊക്കെ ആളുകൾ തന്നെ പോകും. മാധ്യമപ്രവർത്തകർക്കും അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട്. മാധ്യമപ്രവർത്തകരും തീരദേശത്തുള്ള ജനങ്ങളും അതുപോലെ തന്നെ ഈ ദുരന്തം ആഘോഷിക്കാൻ പോകുന്ന ചില ആളുകളുണ്ടല്ലോ, ഇമാതിരി ആളുകൾ, ആ ആളുകളുമാണ് അപകടത്തിൽപ്പെടാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ടാണ് ദുരന്ത നിവാരണ അതോറിറ്റി എടുത്തെടുത്ത് പറയുന്നുണ്ട് 200 മീറ്റർ അകലെ നിൽക്കണം. അകലെ നിന്നിട്ട് ഉദ്യോഗസ്ഥർ ഒഫീഷ്യൽസ് പറയുന്നത് അനുസരിച്ചിട്ട് ദൂരെ നിന്ന് മാത്രം ഇത് കാണുക. അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ 112-ൽ വിളിച്ച് വിവരം പറയുക, ഇങ്ങനൊരു അസ്വാഭാവികമായ വസ്തു അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ തീരത്തേക്ക് വരുന്നുണ്ട്, തീരത്തടിഞ്ഞിട്ടുണ്ട്. ഉടനെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് ഈ കണ്ടെയ്നർ അവർ ബന്ദോബസ്തിൽ എടുത്തുകൊണ്ട് പോകും. പിന്നെ അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഞാനിന്ന് ശേഖറിനെ വിളിച്ചിരുന്നു, അദ്ദേഹത്തെ ലൈനിൽ കിട്ടിയില്ല. മത്സ്യം ഈ ഭാഗത്തു നിന്നുള്ള മത്സ്യം ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇവിടെ മത്സ്യബന്ധനം നടക്കുന്ന പ്രദേശമാണല്ലോ. പക്ഷെ അടുത്ത ഒരാഴ്ചത്തേക്ക് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അത് ഈ കാലവർഷവുമായി ബന്ധപ്പെട്ടതാണ്. ഈ കണ്ടെയ്നറോ ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ടതല്ല, കാലവർഷവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ അപകട സാധ്യത മുൻനിർത്തി. പക്ഷേ ഈ ഭാഗത്തു നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, കഴിക്കാൻ ഭക്ഷ്യയോഗ്യമാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇനിയും റിസർച്ചൊക്കെ ചെയ്ത് അധികൃതർ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരു മുൻകരുതൽ എടുക്കുന്നത് നന്നായിരിക്കും. കപ്പൽ നമ്മുടെ അടുത്ത് ഒരു കപ്പൽ ഛേദം സംഭവിക്കുന്നത്, ഒരു കപ്പൽ ദുരന്തം സംഭവിക്കുന്നത്, കപ്പൽ ചുഴിയിൽപ്പെടുന്നത് ഇത് ആദ്യമാണ്. പക്ഷേ ഇതിനകത്ത് അവഗണന, ഇത് ചുഴലിക്കാറ്റിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവോ, ഈ ചുഴിയുണ്ട് എന്ന് പറഞ്ഞത് അവഗണിച്ചുവോ, മുന്നറിയിപ്പുകൾ അവഗണിച്ചത് കൊണ്ടാണോ ഇങ്ങനൊരു അപകടമുണ്ടായത്, ഈ അപകടം എങ്ങനെ സംഭവിച്ചു, ഇതൊക്കെ ഇനിയും അറിയാനിരിക്കുന്നു. ഏതായാലും 24 നാവികരെയും സുരക്ഷിതരായി കരയിലെത്തിച്ചു എന്ന് പറയുന്നത് ഏറ്റവും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനും ഇന്ത്യയിലെ സുരക്ഷാ സേനയ്ക്കുമൊക്കെയുള്ള ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തമാണ്. ആ സേനാ വിഭാഗങ്ങൾക്ക് വിസ്മയ ന്യൂസ് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. ഇനി നമ്മുടെ കാര്യമാണ്, നമ്മൾ ഈ അധികൃതർ പറയുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. പാലിച്ച് അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് പോകരുത്. അവർ പറയുന്നത് എത്ര ദിവസമാണോ നമ്മളത് പാലിക്കേണ്ടത് അത്രയും ദിവസം. നമ്മൾ ലോക്ക്ഡൗണൊക്കെ കോവിഡ് സമയത്തൊക്കെ നമ്മൾ അനുസരണ കാണിച്ച ആളുകളാണ്. അതുപോലെ അനുസരണ കാണിക്കേണ്ട സമയമാണ്. ആ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കണം. കാരണം അത്രയും മാരകമായ വസ്തുക്കളാണ്, പദാർത്ഥങ്ങളാണ്, എണ്ണയൊക്കെയാണ്, രാസവസ്തുക്കളാണ് കടലിൽ കലർന്നിട്ടുള്ളത്, കടൽ വെള്ളത്തിൽ കലർന്നിട്ടുള്ളത്. അത് തൊട്ടാൽ അപകടമാണ്. അപ്പോൾ 200 മീറ്റർ ദൂരെ നിൽക്കാൻ എല്ലാ ആളുകളും അധികൃതർ പറയുന്നത് അനുസരിക്കാൻ തയ്യാറാകണം. വ്യാജ വാർത്തകളും വ്യാജ പ്രചരണങ്ങളും പരത്തി ജനങ്ങളെ ആശങ്കയിലാക്കുന്നതും തെറ്റ് തന്നെയാണ്. ഈ അവസരത്തിൽ അധികൃതർ പറയുന്നത് പൂർണ്ണമായും അനുസരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം സംപ്രേഷണം ചെയ്യാനും ശ്രദ്ധിക്കണം. വിസ്മയ ന്യൂസ് അധികൃതർക്കൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഒപ്പമുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ.